ഇപ്പോൾ DFO കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. DFO ലക്ഷ്മിയുടെ വാക്കുകൾ. മുകൾ സൈഡായിട്ടാണ് വരുന്നത്. അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, അതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ സ്റ്റാഫ് അവിടെ എത്തുകയും അവിടെ ഒരു മൃതദേഹം, സതീഷിൻ്റെ മൃതദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അംബികയുടെ മൃതദേഹമാണ് പുഴയിലുണ്ടായിരുന്നത്. അപ്പം അതെടുക്കാനായിട്ട് ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്ന് 8:30 ശേഷം വന്നതിന് ശേഷമാണ് ആ മൃതദേഹം എടുത്തത്. അതിനുശേഷം 10 മണിയോടുകൂടി തന്നെ ആംബുലൻസ് എത്തി നമ്മൾ ഇവിടെ ചാലക്കുടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. പ്രതിഷേധം ഉണ്ടാകാൻ കാരണം കോളനി നമ്മുടെ ഉന്നതികളിലുള്ളവരൊന്നും അല്ല പ്രതിഷേധിച്ചത്, രാഷ്ട്രീയ ഇതാണ് ഉണ്ടായത്. അത് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഭാഗത്തൊന്നും ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രതിഷേധം ഉണ്ടായെന്നുള്ളത് നമുക്കറിയില്ല. സാധാരണ ഇത്തരം കാട്ടാനാക്രമണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇത്രയും ഇത് കാട്ടാനാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് ഇത്രയും സമയമൊന്നും എടുക്കാറില്ലല്ലോ. അല്ല, ഇത് ശരിക്കും ഇന്നലെ വൈകിട്ടാണ് സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതും ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതും ഇന്ന് രാവിലെ 8 മണിക്കാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫ് പോവുകയും നമുക്ക് ആളിനെ കണ്ടിട്ട് ചവിട്ടിയാൽ മൃതദേഹം അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു ബോഡി വെള്ളത്തിലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനൊരു വസ്തുത പുറത്തു വരുള്ളൂ. ചെറിയ ചതവുകളാണ് നമ്മുടെ സതീഷിൻ്റെ ബോഡിയിൽ കണ്ടത്. അതിന് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ പറ്റുള്ളൂ ഇത് കാട്ടാനയുടെ ആക്രമണം കൊണ്ടാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അതിരപ്പള്ളിയിൽ അങ്ങനെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ മേഖലയിൽ അങ്ങനത്തെ സ്ഥിര പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ പ്രശ്നം പറ്റുന്നത് ഇവർ ഇപ്പോൾ തേൻ ശേഖരിക്കാനും വനവിഭവം ശേഖരിക്കാനും എല്ലാവരും ഇപ്പോൾ കാട്ടിനകത്താണ്. ആ സീസണാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രത്യേകം എല്ലാ കോളനികളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുരക്ഷ നോക്കിയിട്ട് വേണം ഈ കുടിൽ. കാരണം ഇവർ ജസ്റ്റ് ഒരു ടാർപ്പാളിൻ വലിച്ചു കെട്ടിയിട്ടാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. അത് തന്നെ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിത് സ്ഥിരം ചെയ്ത് ശീലമുണ്ടായതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ഇത് ചെയ്യുന്നത്. നമ്മളൊരു പ്രിക്കോഷൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർ വനവിഭവം ശേഖരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരം പോകുന്ന ആ ഒരു രീതിയാണ്. ഒന്ന് അടിച്ചിൽ തൊട്ടിയിലും ഒന്ന് വാഴച്ചാലിലും ഉണ്ടായി. ശരിയാണ്. അത് നമുക്ക് കാട്ടിനകത്ത് വെച്ച് നടക്കുന്നതിനിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് എന്താണ് നമ്മൾ പറയാനുള്ളത്? ടൂറിസ്റ്റ് നമ്മുടെ അത് പക്ഷേ കംപ്ലീറ്റ്ലി ഫെൻസ്ഡ് ആണ്. ഇത് പുറത്താണ്. കാരണം അത് ആനകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉളാശ്ശേരി ഭാഗത്തുനിന്ന് ഈ സൈഡിലോട്ട് കയറുന്നത് ആ വഴിയാണ്. ആ വഴി തന്നെ കുറച്ച് പുറത്തോട്ടാണ് ഇവർ ഷെഡ് കെട്ടിയിരുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആ കൂട്ടത്തിനെ കണ്ട് ഇവർ ഭയന്ന് ഓടിയതായിരിക്കാം എന്നാണ് കൂടെ ഉള്ളവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ചിന്നിച്ചിതറി ഓടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇത് നേരിട്ട് കണ്ടവരില്ല. ആന തട്ടിയിട്ടാണോ ഈ മരണം ഉണ്ടായിരിക്കുന്നതെന്ന് ഇവർ കണ്ടിട്ടുമില്ല. അല്ല, അവരങ്ങനെയാണ് പറഞ്ഞത്. ഞങ്ങൾ പക്ഷേ ഓടി, ഞങ്ങൾ ആനയെ കണ്ട് ചിന്നിച്ചിതറി ഓടി. അതല്ലാതെ നമ്മളാരും ഡയറക്റ്റ് സൈറ്റിങ് ആർക്കും ഉണ്ടായിട്ടില്ല. അല്ല, അത് മറ്റേ ആൾക്ക് പരിക്കുണ്ട്. അവർക്ക് അധികം പരിക്കില്ല. ഉണ്ടോ? അത് നമ്മുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അവർ ശേഷമേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. രവിയെ ഞാൻ കണ്ടില്ല. രവി അപ്പോഴത്തേക്ക് ഇതിന് പോയിരുന്നായിരുന്നു. അപ്പോൾ രവിയെ ഞാൻ കണ്ടില്ല. ചിലപ്പോൾ ആയിരിക്കാം. നമ്മളൊരു കൺഫർമേഷൻ പറയേണ്ടത് ഇപ്പോൾ മരണമല്ലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തയാടി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ തന്നെ ലക്ഷണം കണ്ടിട്ട് നമുക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ ഒരു ബോഡി നമുക്ക് അവിടുന്ന് വെള്ളത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒരു കൺഫർമേഷൻ വരണം. അത്രയേ ഉള്ളൂ. ശരി, താങ്ക്സ്.